ഫ്ലവർ ഷോ കാണാൻ പോയിട്ട് ചെടി മേടിച്ചോ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ചെടിയൊന്നും മേടിച്ചില്ല, കുറച്ച് ചെടിച്ചട്ടികളാണ് കേട്ടോ മേടിച്ചത്. ഫ്ലവർ ഷോ കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിലുള്ള ഒട്ടുമിക്ക ചെടികളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷൈനി ചേച്ചിയുടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വില കുറവിൽ കുറച്ച് ചെടിച്ചട്ടികൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലവർ ഷോ കണ്ട് ഇറങ്ങുന്ന സമയത്ത്, അതായത് മറൈൻ ഡ്രൈവിലായിരുന്നു ഫ്ലവർ ഷോ. അപ്പോൾ അത് കണ്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു കടയിൽ നിന്ന്, ഫ്ലവർ ഷോൻ്റെ ഉള്ളിൽ നിന്നല്ല, അതിൻ്റെ പുറത്തുള്ളൊരു കടയിൽ നിന്ന് വളരെ വില കുറവിൽ, അതായത് ഒരു ചെടിച്ചട്ടിക്ക് 25 രൂപ ഉള്ള റേറ്റ്, ആ റേറ്റിലാണ് കേട്ടോ ഞാൻ ഈ ചെടിച്ചട്ടികൾ മേടിച്ചത്. അപ്പോൾ കറുപ്പ് ചെടിച്ചട്ടികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ. നല്ല ഉള്ളുണ്ട് കേട്ടോ ഇതിന്, നല്ല ഉള്ളുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇവിടെ അടുത്ത് പെലവാണിപ്പം ഉണ്ടായി, പെലവാണിപ്പം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ 20 രൂപയ്ക്ക് ചെടിച്ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, കറുത്ത ചെടിച്ചട്ടി തന്നെ. അപ്പോൾ ആ ചെടിച്ചട്ടിക്ക് അതേ മോഡൽ തന്നെയാണ് ഇതും. അപ്പോൾ ഇതിന് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ ചെടിച്ചട്ടി മേടിച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ചെടിച്ചട്ടി നല്ല ചട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ഒക്കെ കൊണ്ടിട്ട് ഞാൻ ഇത് കണ്ടപ്പോൾ ഈ ചട്ടി മേടിച്ചു. പക്ഷേ വീട്ടിൽ വന്നിട്ട് ആ ചെടിച്ചട്ടി ഇതിലിറക്കി വെച്ച് നോക്കുമ്പോൾ അത് ഇതിലിറങ്ങിയിരിക്കുന്നുണ്ട്, പിന്നെ സ്പേസും ഉണ്ട്. അപ്പോൾ ഇത് 25 രൂപക്ക് വളരെ ലാഭമാണ് കേട്ടോ ഈ കറുത്ത ചട്ടികൾ. സാധാരണ ഞാൻ മേടിക്കാറ് 40 രൂപ അല്ലെങ്കിൽ 60 രൂപക്കുള്ള ചെടിച്ചട്ടികളാണ്. കറുത്ത ചെടിച്ചട്ടിക്ക് 40ഉം, അതുപോലെ ഞാൻ മേടിക്കുന്ന ചുമപ്പ് കളർ ചെടിച്ചട്ടിക്ക് പിന്നെ 60 രൂപയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ചെടിച്ചട്ടി മേടിക്കുന്ന എനിക്ക് ഈ 25 രൂപയ്ക്ക് ഈ ചട്ടികൾ ലാഭമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചെടിച്ചട്ടി പൊട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ അപ്പുറത്തെ ഈ മതിലിൻ്റെ അവിടെ വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് തച്ചപ്പള്ളിയിലേക്ക് പൂച്ച തട്ടിയിടാറുണ്ട് ഇടയ്ക്ക് ചെടിച്ചട്ടി, അങ്ങനെ പൊട്ടണമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി ആരെങ്കിലും ഇതിൻ്റെ അപ്പുറത്തേക്ക് എടുത്തു വെച്ച് തരുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ പൊട്ടിയതാണ് ഒരു ചട്ടി, ബാക്കിയുള്ള ചട്ടികളൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെർട്ടിക്കൽ ഗാർഡൻ ഒന്ന് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കണം. ഞാനൊരു വെർട്ടിക്കൽ ഗാർഡ് വീഡിയോയിൽ, ഈ വെർട്ടിക്കൽ ഗാർഡ് സെറ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമുക്ക് ഒന്നും കൂടി ഭംഗിയാക്കി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ റൂബി പ്ലാന്റും സ്നോ ബുഷ് പ്ലാന്റും നമുക്ക് ഈ കറുത്ത ചട്ടികളിലേക്ക് നടാട്ടാം. ഇത് 6 റൂബിയും പിന്നെ 6 സ്നോ ബുഷുമാണുള്ളത്. അപ്പം നമുക്ക് ആ ഒരു 12 കറുത്ത ചട്ടികൾ എടുത്തിട്ട് ഈ ചെടികളൊന്ന് എന്താ പറയുക നട്ട് പിടിപ്പിക്കാട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ ജർബറ നല്ല അടിപൊളിയായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ പൂവ് ഏകദേശം ഉണങ്ങാനായി, ഇപ്പോൾ രണ്ടാമത്തെ മുട്ട് വിരിയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെടിക്കാരനിൽ നിന്ന് മേടിച്ച് വെച്ച വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചാനലൊന്ന് കയറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണട്ടെ എല്ലാവരും. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ചെടി പ്രൊപ്പഗേറ്റ് ഇതെടുക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പ്രൊപ്പഗേഷനൊന്നും കാണിക്കുന്നില്ല, നമ്മളിത് നട്ടുപിടിപ്പിച്ചതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് നമുക്ക് നല്ല രീതിയിൽ ചട്ടിയിലേക്ക് മാറ്റി നടണം. അപ്പോൾ ഇത് ഞാൻ മാറ്റി നടന്നത് ഏത് തരത്തിലാണ്, ഇതിൻ്റെ ചട്ടി എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ചട്ടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെടി നല്ല ബുഷിയായിട്ട് വളരും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ചട്ടി സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചകിരിയാണ് ഇട്ടെടുക്കുന്നത്. ചകിരി നമ്മൾ തേങ്ങ പൊളിച്ചെടുക്കുന്ന ആ പൊതിമടൽ, പിന്നെ നമുക്ക് കരിയിലും വേണം, പിന്നെ അതുപോലെ കുറച്ച് മണ്ണ് വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാവിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാവിനൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാവിൻ്റെ ചോടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ മണ്ണും ചരലും ഇപ്പം അതുപോലെ ഇലയൊക്കെ കൂടിയിട്ടുള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ ആ മണ്ണും നമുക്ക് ആവശ്യമുണ്ട്. ഇനി വേണ്ടത് കരിയിലയാണ് കേട്ടോ. കരിയില നമുക്ക് തച്ചപ്പള്ളി പോയിട്ട് 2 ചാക്ക് കരിയില ഇവിടെ കൊടുത്ത് സെറ്റാക്കി വെക്കാം. അപ്പോൾ ആദ്യം ഈ ചട്ടി ഓട്ടൊക്കെ നന്നായിട്ട് റെഡിയാക്കി എടുത്തു. എന്നിട്ട് നമ്മൾ ഇത് എപ്പോഴും ചെയ്യാറുള്ള പോലെ തെർമോക്കോളാണ് അതിലേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തെർമോക്കോളിന് പകരം പിന്നെ നമുക്ക് ഉരുളൻ കല്ലുകളോ അല്ലെങ്കിൽ പൊട്ടിയ ചട്ടിയുടെ തുണ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ തെർമോക്കോള് കുറച്ചുണ്ട്, അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ഈ തെർമോക്കോള് വെറുതെ വലിച്ചെറിഞ്ഞിട്ട് അത് ആണെങ്കിൽ അഴുകി പോകുമൊന്നുമില്ല ഈ തെർമോക്കോള്. അപ്പോൾ നമുക്കത് പ്രകൃതിയെ സംരക്ഷിക്കാനും കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ചട്ടികളിൽ ഈ ഡ്രെയിനേജിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തെർമോക്കോൾ ഇടാം. പിന്നെ തെർമോക്കോൾ വെച്ചിട്ട് ഒരു പശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിനൊരു 60,000 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. 60,000 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് നോക്കണേ, കാണണം കേട്ടോ. നല്ല അടിപൊളി പശയാണ്. പക്ഷേ എപ്പോഴും നിങ്ങളത് ഉണ്ടാക്കണ്ട, ചിലപ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു
എന്താ പറയുക അതിൻ്റെ ഒരു പുക പോലത്തെ സംഭവമുണ്ട്. പുക നമ്മൾ കാണുമൊന്നുമില്ല, പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ ലെൻസിനൊക്കെ ചിലപ്പോൾ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇടയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ചകിരി ഇട്ടു. പിന്നെ നമ്മളിത് ചകിരി ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. എനിക്ക് അതിൻ്റെ ചകിരി എടുക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഈ തേങ്ങ പൊളിച്ചതിൻ്റെ പൊതിമടൽ അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായില്ലേ. ഒരു തേങ്ങ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള അത്രയും സ്പേസ് ഈ ചട്ടിക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കരിയില നിറച്ച് കൊടുക്കാം. കരിയില ഇതാ തച്ചപ്പള്ളിയിൽ നിന്ന് ഞാൻ വൈകുന്നേരം ആയപ്പോൾ കരിയില എടുത്തു കൊടുത്തിട്ടുണ്ടായി. 2 ചാക്ക് കരിയില ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതുപോലെ നിറച്ചും, തച്ചപ്പള്ളി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിനെയാണ് കേട്ടോ. അപ്പോൾ അത് കരിയില ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. നിറച്ച് എത്രത്തോളം നിറക്കാൻ പറ്റുമോ അത്രത്തോളം നിറച്ച് ഇങ്ങനെ കുത്തി നിറച്ച് വെക്കണം കേട്ടോ. അപ്പം ഞാനിത് 2 ചട്ടിയിലാണ് ആദ്യം ചെടി നടുന്നത് കാണിക്കണത്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ 2 ചട്ടിയിൽ ഒരുമിച്ച് നടുകയാണ്. കാരണം നമ്മൾ 2 ചെടികളാണല്ലോ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റൂബി പ്ലാന്റിന് ഇതിൽ നിന്നും ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നല്ല വേര് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് ആദ്യം നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ചെറിയ കല്ലോ അങ്ങനെ എന്തുകൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കല്ലിട്ടില്ല, സ്പേസ് കുറവായ കാരണം ചകിരിയും മണ്ണും കൂടി നിറച്ചിട്ടാണ് കേട്ടോ ഈ ചെടി നട്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് വേരോടിയിട്ടുണ്ട്. ചകിരി അടിയിൽ വെച്ച കാരണം നന്നായിട്ട് വേരോടിയിട്ടുണ്ട്. പിന്നെ സ്നോ ബുഷും നമുക്കിതുപോലെ ഇതിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ അത് നട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം കുറച്ച് മണ്ണും കൂടി ഇട്ട് സെറ്റാക്കിയിട്ട് ചെടി നടണം. ഈ സ്നോ ബുഷില്ലേ പണ്ടെന്ന് പറഞ്ഞ ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുന്നേ നമ്മൾ മണ്ണുത്തിന്നാണ് കേട്ടോ സ്നോ ബുഷ് മേടിച്ചത്. ഒരു 45 രൂപക്ക് ഒരു ചെറിയൊരു തൈയാണ് മേടിച്ചത്. അതിൽ നിന്നാണ് ഇത്രയും അധികം സ്നോ ബുഷിൻ്റെ ഒരു 6 ചട്ടികളിൽ പിന്നെ സ്നോ ബുഷ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തെറ്റൊക്കെ സംഭവിക്കുന്നുണ്ട്, അതൊക്കെ ക്ഷമിക്കുക. അതുപോലെ ഈ റൂബി പ്ലാന്റ് ഇല്ലേ, റൂബി പ്ലാന്റ് ഇതേ നമ്മൾ റോട്ടിൽ നിന്ന് പറിച്ചാണ് കേട്ടോ. റോട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ നേരിട്ട് ഓപ്പോസിറ്റ് വീട്ടിലത്തെ ഷൈനി ചേച്ചിയുടെ വീടല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ലവ് വീട് എന്ന് പറയും. അവരുടെ മുൻവശത്ത് ഇതുപോലെ റൂബി പ്ലാന്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഈ റോട്ടിൽ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ 5 ചട്ടികളിൽ 6 ചട്ടികളിൽ എനിക്ക് എപ്പോഴും കണക്ക് തെറ്റുകയും അത് BSc മാത്സ് പഠിച്ചുകൊണ്ടാണെന്ന് തോന്നണം. അപ്പോൾ ദേ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. നമ്മളിനി മേളിലേക്ക് കുറച്ചും കൂടിലും കുറച്ച് മണ്ണ് മതിയിട്ടാ. സത്യത്തിൽ ഇത് നന്നായിട്ട് വേരോടിയതാണ്. ഇനി നമ്മൾ കരിയിലൊക്കെ ഇട്ടതുകൊണ്ട് നന്നായിട്ട് ഇനിയും വേരോടും. നല്ല പൊട്ടാസ്യമൊക്കെ ഇതിൽ ചേർന്ന് കഴിഞ്ഞു. നമ്മുടെ ചട്ടിയിൽ കരിയില ഇട്ടുകൊണ്ട് തന്നെ നല്ല വളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലെ ഇങ്ങനെ അടുക്കി വെച്ച ഈ ചട്ടികളും ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ വരിക്ക് ഇതുപോലെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഇങ്ങനെ സെറ്റാക്കി വരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നനച്ചു കൊടുക്കാം. നല്ല ചെറിയ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. നമ്മുടെ പൈപ്പ് ഇവിടെ തന്നെ അടുത്ത് നമ്മുടെ പൈപ്പ് ഉണ്ട് കേട്ടോ. ഈ ചെടി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാനല്ല തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്യണത് വേറൊരു സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ വളർന്നു വന്നപ്പോൾ തന്നെ ഞാനിത് മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു, എനിക്ക് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യണം. ഈ ചെടികൾക്ക് അധികം വെയിലിൻ്റെയും പിന്നെ വലിയ തണലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് കണ്ടീഷനിലും വളർത്താൻ പറ്റിയ ചെടിയാണ് കേട്ടോ ഈ 2 ചെടികളും. അപ്പോൾ നമ്മളിത് നമ്മുടെ നമ്മുടെ വീടിന് മുറ്റത്ത് വല്ലാണ്ട് വെയിലില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർ ഷെഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാണ്ട് വെയിലില്ല കേട്ടോ. അപ്പോൾ നമ്മളെ മതിലിൽ നമ്മൾ ബോഗൻവില്ലയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അവിടേക്ക് അത്യാവശ്യം വെയിലില്ലാത്തതുകൊണ്ട് നമ്മളത് അവിടെ നിന്ന് മാറ്റി. അപ്പോൾ ദേ ഇവിടെ പരന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ചകിരി എടുത്തതും നമ്മൾ ചെടി സെറ്റ് ചെയ്യുന്ന സമയത്ത് പരന്ന് കിടക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ചട്ടികളെല്ലാം അതിൻ്റെ പൊക്കത്തേക്ക് എടുത്ത് വെച്ചു. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് വേണ്ടത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് ഇഷ്ടമായോ എന്നുള്ളതൊക്കെയാണ് കമൻറ്റിലൂടെ അറിയിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അടുത്ത സെറ്റിങ് ഉടനെ വരും. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷന് അനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം സെറ്റ് ചെയ്ത് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. മഗ്‌രിബിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂമ്പാറ്റ അതേ വന്നിട്ട് എൻ്റെ ഫോണും വരുന്നു. എന്നിട്ട് അവിടുന്ന് പറന്നിട്ട് നമ്മുടെ പെറ്റൂണിയുടെ മേളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഓരോ കാഴ്ചകളാണ്. പകലായപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി എങ്ങനെ ഇരിക്കുന്നു എന്ന്, നമ്മുടെ ചെടി സെറ്റ് ചെയ്തത് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് നിന്ന് എടുത്ത ഒരു വ്യൂ ആണ് ഇട്ടത്.